ഇവിടെ പറഞ്ഞത്, പത്മകുമാർ പറഞ്ഞത്. സാക്ഷി മഹാരാജ് ഗാന്ധിജിയല്ല, ഗോഡ്സെയാണ് ദേശസ്നേഹി, കൊലയാളിയാണ് ദേശസ്നേഹി എന്ന് പറഞ്ഞ സാക്ഷി മഹാരാജ് MP ആയിട്ട് തുടരുന്നു. അതിലും ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഇവർ ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. മോഡിയുടെ മനസ്സിലിരിപ്പാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡി ചെയ്യുന്നതോ ഗാന്ധിജിയുടെ ചിത്രം തന്നെ നീക്കി സ്വയം അവിടെ അവരോധിക്കപ്പെടുന്നു. എന്തൊരു അല്പത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കോട്ടിൽ പേരെഴുതി വെച്ച ആളാണല്ലോ നരേന്ദ്രമോദി. ഇപ്പൊ സ്വയം ഗാന്ധിജിയേക്കാൾ വലിയ ആളായിട്ട് അവരോധിക്കുകയാണ്. ഇതിനു മുമ്പ് കലണ്ടറിൽ ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കി ഒരാളും സ്വന്തം ചിത്രം അവിടെ സ്ഥാപിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഇവിടെ സ്വന്തം ചിത്രം വന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. അതും ഒരു മിനിറ്റ് ഏത് മോഡിയാണ് ഈ ചർക്ക തിരിക്കുന്നത്? എന്താ ചർക്ക? ചർക്ക എന്ന് പറഞ്ഞാൽ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് ആഹ്വാനം കൊടുത്ത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായി സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചതാണ്. സ്വയം ചർക്കയിൽ നൂൽനൂറ്റ് വസ്ത്രം ധരിക്കാനുള്ള ആഹ്വാനമാണ് ഗാന്ധിജി നൽകിയത്. അങ്ങനെ ഗാന്ധിജി സ്വയം നൂൽനൂൽക്കുന്നതിന്റെ ചിത്രമാണ്. അവിടെയാണ് മോഡി ചെന്നിരുന്ന് നൂൽനൂൽക്കുന്നത്. ഏത് മോഡിയാണ്? അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചിട്ടുള്ള കണ്ണട ബൌൾഗിരി, ഇന്റർനാഷണൽ ബ്രാൻഡ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ച് മൊവാഡോ, ഇന്റർനാഷണൽ സ്വിസ് ബ്രാൻഡ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള പേന മോർബ്ലാങ്ക്, അതും ഇന്റർനാഷണൽ ബ്രാൻഡ്. അദ്ദേഹത്തിന്റെ കോട്ട് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ അടിമുടി വിദേശത്തെ മുന്തിയ ബ്രാൻഡ്, അതെ, വിദേശത്തെ മുന്തിയ ഇനം ആഗോള ബ്രാൻഡുകൾ ധരിച്ച മോഡി ഈ സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായ സ്വയം നൂൽനൂറ്റ് വസ്ത്രം ധരിക്കാൻ ആഹ്വാനം ചെയ്ത ഗാന്ധിജിയുടെ ചർക്ക തിരിക്കുന്നതിന്റെ ചിത്രത്തെക്കാൾ വലിയ അശ്ലീല ചിത്രം അടുത്ത കാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ല.